1599 ഒരു നരച്ച പകൽ. ഇറ്റലിയിലെ നാപ്പോളി പ്രവിശ്യയിൽ സാർനോ നദിയിലെ ജലം വഴിതിരിച്ചുവിടുന്നതിനുള്ള ഭൂഗർഭ ടണലിന്റെ നിർമ്മാണത്തിലായിരുന്നു ഒരു കൂട്ടം ജോലിക്കാർ. വെസൂവിയസ് പർവ്വതത്തിന്റെ താഴ്വരയിലുള്ള തോറ അനുൻസിയാറ്റയിലുള്ള കൗണ്ട് മ്യൂസിയോ തുത്താവില്ലയുടെ കൊട്ടാരത്തിലേക്ക് സാർനോ നദിയിലെ ജലം എത്തിക്കുക എന്നതായിരുന്നു ദൗത്യം. അവിടുത്തെ പ്രാദേശിക ഭരണാധികാരിയായിരുന്ന അദ്ദേഹം അതിന് നിയോഗിച്ചത് ഇറ്റലിയിലെ അന്നത്തെ പ്രശസ്ത ആർക്കിടെക്റ്റായ ഡൊമിനിക്കോ ഫോണ്ടാനോയെയായിരുന്നു. അദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിലുള്ള ജോലികൾ വെസൂവിയസിന്റെ തെക്കേ താഴ്വരയിൽ അപ്പോൾ പുരോഗമിച്ചു. കുഴിക്കൽ ഒരു ഭാഗത്തെത്തിയപ്പോൾ അവർ കൗതുകകരമായ ചില വസ്തുതകൾ കണ്ടു തുടങ്ങി. ആദ്യം കണ്ടത് ഒരു വീടിന്റെ ഭിത്തിയും അതിലെ ചുവർ ചിത്രങ്ങളുമായിരുന്നു. തുടർന്ന് ചില കെട്ടിടങ്ങളുടെ ഭാഗങ്ങളും വീതിയുള്ള ചുമർ ചിത്രങ്ങളും ശിലാലിഖിതങ്ങളുമൊക്കെ കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞു. ഇതറിഞ്ഞ ഫോണ്ടാനോ ഉടനടി അവിടേക്കെത്തി. അതിനെ തുടർന്നുള്ള ജോലികൾ അവരെ നയിച്ചത് ഒരു പുരാതന നാഗരികതയുടെ കണ്ടെത്തലിലേക്കായിരുന്നു. ഡെക്യൂരിയു പോംപെയ് അഥവാ പോംപെയുടെ ടൗൺ കൗൺസിൽ എന്ന് കാണപ്പെട്ട ശിലാലിഖിതം മറവിയിലാണ്ട് കിടന്ന ആ റോമൻ പട്ടണത്തെ വീണ്ടും വെളിച്ചം കാണിക്കുകയായിരുന്നു. അവിടെ നിന്ന് ലഭിച്ച വസ്തുക്കൾ എണ്ണമറ്റതായിരുന്നു, വിലമതിക്കാനാകാത്തതും. പക്ഷേ ഒരു പ്രശ്നമുണ്ടായിരുന്നു. അവയിൽ പലതും കാമോദീപങ്ങളും ലൈംഗിക ചെവിയുള്ളതുമായിരുന്നു. പ്രത്യേകിച്ച് അവിടെ കണ്ടെടുത്ത ചുവർ ചിത്രങ്ങൾ. കൗണ്ടർ റീഫോർമേഷൻ എന്നറിയപ്പെട്ട ക്രൈസ്തവ നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി അക്കാലത്ത് നിലനിന്നിരുന്ന അമിത സദാചാരബോധം ആ വസ്തുക്കളിൽ പലതിനെയും വീണ്ടും കുഴിച്ചുമൂടാൻ അദ്ദേഹത്തെ നിർബന്ധിതനാക്കി. വിലക്കപ്പെട്ട ചരിത്രത്തെ മറച്ചുവെക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി അവ മണ്ണിനടിയിലേക്ക് തന്നെ മടങ്ങി. കണ്ടെടുക്കപ്പെട്ടുവെങ്കിലും വീണ്ടും മണ്ണിനടിയിൽ കഴിയുവാനായിരുന്നു ആ നഗരത്തിന്റെ വിധി. 1738 നേപ്പിൾസിലെ രാജാവായിരുന്ന ചാൾസ് ഓഫ് ബോർബോണിന് വേനൽക്കാല വസതി നിർമ്മിക്കുവാൻ കുഴിയെടുത്തപ്പോൾ കാണപ്പെട്ട ഹെർക്കുലേനിയം പട്ടണത്തിന്റെ വീണ്ടെടുക്കലാണ് പോംപെയുടെ നാമം ലോകത്തെ വീണ്ടും ഓർമ്മപ്പെടുത്തിയത്. പോംപെയ്ക്കൊപ്പം വെസൂവിയസിന്റെ കോപത്തിൽപ്പെട്ട് മണ്ണടിഞ്ഞു പോയ പട്ടണമായിരുന്നു ഹെർക്കുലേനിയവും. എന്നിട്ടും പിന്നെയും നിരവധി വർഷങ്ങളെടുത്തു മണ്ണിനും ചാരത്തിനുമടിയിൽ മറഞ്ഞുകിടന്ന പോംപെ നഗരം ലോകത്തിന്റെ കൺമുന്നിലെത്താൻ. 1748 പോംപെ പട്ടണത്തിന്റെ പര്യവേഷകനായി അക്കാലത്തെ പ്രശസ്ത സ്പാനിഷ് മിലിറ്ററി സർവേയിങ് എഞ്ചിനീയർ റോക്കോ ഗിയോച്ചിനോ ഡി അൽക്യുബേർ നിയോഗിക്കപ്പെട്ടു. അങ്ങനെ പോംപെ പട്ടണത്തെ ഇരുളിന്റെ മറനീക്കി പുറത്തു കൊണ്ടുവരുവാനുള്ള പദ്ധതികൾക്ക് തുടക്കം കുറിച്ചു. വെളിപ്പെട്ടത് എല്ലാ അർത്ഥത്തിലും ഒരു മഹാത്ഭുതം തന്നെയായിരുന്നു. ഊനം തട്ടാത്ത കെട്ടിടങ്ങളും കല്ലുപാകിയ തെരുവീതികളും നിറഞ്ഞ ഒരു പരിഷ്കൃത നഗരത്തിന്റെ മുഖം മെല്ലെ വെളിവാകുകയായിരുന്നു. 1863 ഖനനത്തിന്റെ ചുമതല ഏറ്റെടുത്ത ഗിസാപ്പെ ഫിയോറെല്ലിയാണ് ചാരത്തിന്റെ പാളികൾക്കിടയിൽ കാണപ്പെട്ട ശൂന്യഭാഗങ്ങളിൽ മനുഷ്യ ശരീരാവശിഷ്ടങ്ങൾ ശ്രദ്ധിച്ചത്. ദ്രവിച്ചുപോയ മനുഷ്യ ശരീരങ്ങളാണ് ഈ ശൂന്യതയ്ക്ക് കാരണമെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം ഈ ശൂന്യതയിൽ പ്ലാസ്റ്റർ ഓഫ് പാരീസ് നിറച്ച് വെസൂവിയൻ ഇരകളുടെ രൂപങ്ങൾ പുനർനിർമ്മിച്ചു. ആ രൂപങ്ങളാണ് പോംപെയുടെ നാശത്തിന്റെ ഭീകരത ലോകത്തിന് വെളിവാക്കിയത്. പഴയ പോംപെ നഗരത്തിന്റെ ഭൂരിഭാഗവും വീണ്ടെടുക്കപ്പെട്ടുവെങ്കിലും മണ്ണിനടിയിൽ മറഞ്ഞുകിടക്കുന്ന ഭാഗങ്ങൾ ഇനിയും നിരവധിയാണ്. 1748 ആരംഭിച്ച ഉദ്ഖനനം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. പോംപെയിലെ കണ്ടെടുക്കലുകൾ നമുക്ക് മുന്നിൽ തുറന്നിടുന്ന കാഴ്ചകൾ തികച്ചും അനന്യമാണ്. 2000 വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന ഒരു പരിഷ്കൃത ജനത. പോംപെ എന്ന അവരുടെ ആസൂത്രിത നഗരം, അവിടുത്തെ സൗകര്യങ്ങൾ,
വെസൂവിയസ് എന്ന അഗ്നിപർവ്വതത്തിന്റെ കോപത്തിനടിപ്പെട്ട് മണിക്കൂറുകൾ കൊണ്ടുള്ള മൺമറഞ്ഞു പോക്ക്, പ്രകൃതി തന്റെ ചിറകിൻ കീഴിൽ അതിനെ കാത്തുവച്ച നീണ്ട 17 നൂറ്റാണ്ടുകൾ, അതിനുശേഷമുള്ള നഗരത്തിന്റെ വീണ്ടെടുക്കൽ, ഒരു യക്ഷിക്കഥ പോലെ വിചിത്രമായ ഇതിനെ എന്തിനോടാണ് ഉപമിക്കാൻ കഴിയുക? കാലത്തിന്റെ അനുസ്യൂതമായ ഒഴുക്കിനൊപ്പം ഒരു പൊങ്ങുപോലെ നീങ്ങിക്കൊണ്ടിരുന്ന നഗരവും പിടിച്ചുകെട്ടിയതുപോലെ നിന്നുപോയതും ഏതാനും മണിക്കൂറുകൾ കൊണ്ടായിരുന്നു. CE 79 ക്രുദ്ധനായ മൗണ്ട് വെസൂവിയസ് തന്റെ തീനാവിനാൽ പോംബെ പട്ടണത്തെ നക്കിയെടുത്തത്. 160 ഏക്കർ വിസ്തൃതിയിലുള്ള ചുറ്റുമതിലുകളാൽ വേർപെട്ടിരിക്കുന്ന നിരവധി സൗകര്യങ്ങൾ നിറഞ്ഞ എല്ലാ അർത്ഥത്തിലും പരിഷ്കൃതമായ ഒരു നഗരമായിരുന്നു പോംബെ. BC 8-ാം നൂറ്റാണ്ടിലാണ് പോംബെ നഗരം രൂപം പ്രാപിച്ചു തുടങ്ങിയത് എന്നാണ് കരുതപ്പെടുന്നത്. റോമാ സാമ്രാജ്യത്തിന്റെ ഉന്നതർ, പ്രഭുക്കന്മാർ, ഭരണത്തിന്റെ ഉത്തുംഗ പദവിയിലുള്ളവർ, സൈനിക തലവന്മാർ, സമ്പന്നരായ ജനതകൾ മുതലായ വരേണ്യവർഗത്തിൽപ്പെട്ടവരായിരുന്നു പോംബെയിലെ പ്രധാന താമസക്കാർ. കൂടാതെ അവരുടെ ജോലിക്കാർ, അടിമകൾ, കച്ചവടക്കാർ, അവരുടെ നേരം പോക്കുകൾക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്ന ഗ്ലാഡിയേറ്റർമാർ, വേശ്യകൾ മുതലായവരും. 16,000 മുതൽ 20,000 വരെയായിരുന്നു പോംബെയിലെ അവസാന കാലത്തെ ജനസംഖ്യ. CE 79 ഒരു മധ്യാഹ്നം, കൃത്യമായി പറഞ്ഞാൽ CE 79 ഓഗസ്റ്റ് 24 ചൊവ്വാഴ്ച, ഉഷ്ണത്തിന്റെ ആലസ്യത്തിലാണ് പോംബെ നഗരം. വളർത്തുമൃഗങ്ങൾ പതിവില്ലാത്ത വിധം പെരുമാറുന്നതും അപശബ്ദങ്ങൾ ഉണ്ടാക്കുന്നതും എന്തിനെന്ന് പലർക്കും മനസ്സിലായില്ല. എന്നാൽ വെസൂവിയസിന്റെ കൊച്ചു വികൃതികൾക്കുള്ള മുന്നോടിയാണ് എന്ന് പഴമക്കാരിൽ പലരും തിരിച്ചറിഞ്ഞു. എന്നിട്ടും കുറച്ചു ദിവസങ്ങളായി ഉണ്ടാകാൻ തുടങ്ങിയ ആ ചെറിയ ഭൂകുലുക്കങ്ങൾ ആരുമത്ര കാര്യമാക്കിയില്ല. വെസൂവിയസിന്റെ ഉള്ളിലെ ചില്ലറ പൊട്ടിത്തെറികൾ ചെറിയ കുലുക്കങ്ങൾ ഉണ്ടാക്കുന്നത് സാധാരണമായിരുന്നു. CE 62 ഭൂമികുലുക്കം പോംബെ ഉൾപ്പെടെയുള്ള സമീപ നഗരങ്ങൾക്ക് നാശം വരുത്തുകയും ചെയ്തിരുന്നു. എന്നാൽ 295 വർഷങ്ങളായി മൗണ്ട് വെസൂവിയസ് പൊട്ടിത്തെറിച്ചിട്ടില്ല എന്നതിനാൽ ഒരു അഗ്നിപർവ്വത സ്ഫോടനം ആരുടെയും ചിന്തകളിൽ പോലുമില്ലായിരുന്നു. വെസൂവിയസിന്റെ സ്ഫോടനത്തെക്കുറിച്ച് ഒരു നേർചിത്രം തരുന്നത് പ്ലീനി ദ യങ്ങർ തന്റെ സുഹൃത്തുക്കൾക്ക് എഴുതിയ കത്തുകളിലാണ്. പോംബെയിൽ നിന്നും 21 കിലോമീറ്ററോളം ദൂരെയുള്ള തുറമുഖ പട്ടണമായ മിസനത്തിൽ നിന്നാണ് പ്ലീനി ആ കാഴ്ച കാണുന്നത്. ശക്തമായ ആദ്യ സ്ഫോടനത്തിന്റെ ഫലമായി മേഘരൂപത്തെ പ്ലീനി ഉപമിക്കുന്നത് ഒറ്റത്തടിയും മുകളിൽ മാത്രം ശാഖകളുള്ള ഉയരമുള്ള മെഡിറ്ററേനിയൻ പൈൻ മരത്തോടാണ്. ഇടയ്ക്കിടെ വെളുത്തും ഇരുണ്ടും കാണപ്പെട്ട ആ മേഘപടലം അതിലെ മണൽത്തരികളുടെയും ചാരത്തിന്റെയും ഭാരം നിമിത്തം താഴേക്ക് പരക്കാൻ തുടങ്ങി. തത്ഫലമായി ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി പോംബെ പട്ടണം ഇരുളിലാണ്ടു. അധികം താമസിയാതെ എങ്ങും ചാരമടിഞ്ഞുകൂടി. പകൽ അർദ്ധരാത്രി പോലെയായി. ആ ദിവസം വെസൂവിയസ് തുടരെ പൊട്ടിത്തെറിച്ചുകൊണ്ടിരുന്നു. പതിവിന് വിരുദ്ധമായി അന്ന് കാറ്റ് വീശിയത് അഗ്നിപർവ്വതത്തിൽ നിന്നും പോംബെയിലേക്കുള്ള ദിശയിലേക്കായിരുന്നു. ആ കാറ്റ് ചൂടുവാതകങ്ങളും ചാരവും ശിലാവിശിഷ്ടങ്ങളും ഉൾപ്പെടെ മേഘപടലം കൊണ്ട് പട്ടണത്തെ മൂടി. അവിടെയെങ്ങും സ്ത്രീകളുടെ ആർത്തനാദങ്ങൾ മുഴങ്ങി. ആണുങ്ങൾ നിസ്സഹായരായി അലറി വിളിച്ചു. കുട്ടികൾ തങ്ങളുടെ മാതാപിതാക്കളെ വിളിച്ചു കേണു. വൃദ്ധർ മരണഭയത്താൽ ദൈവങ്ങളെ വിളിച്ച് കരഞ്ഞു പ്രാർത്ഥിച്ചു. പക്ഷേ ഒരു ദൈവവും ആ പ്രാർത്ഥന കേട്ടില്ല. മരണത്തിന്റെ ഇരുട്ട് അവിടമെങ്ങും നിറഞ്ഞു. കാറ്റിന്റെ സഹായത്തോടെ വെസൂവിയസ് പോംബെ പട്ടണത്തെ വരിഞ്ഞു മുറുക്കുകയായിരുന്നു. 250 ഡിഗ്രിയിൽ അധികം ചൂടോടുകൂടി ശക്തിയായി വീശിയ ആ വാതകങ്ങളേൽപ്പിച്ച ആഘാതമായിരുന്നു പോംബെ നിവാസികളുടെ പെട്ടെന്നുള്ള മരണത്തിന് കാരണം. അവരുടെ ശ്വാസകോശങ്ങളെ ഉയർന്ന ചൂടിലുള്ള ആ വാതകങ്ങൾ എരിച്ചു കളഞ്ഞു. അതുകൊണ്ട് തന്നെ അവരുടെ മരണം വളരെ പെട്ടെന്നായിരുന്നു. കൂടുതൽ പേരും തങ്ങളുടെ ജീവിതത്തിന്റെ അവസാന നിമിഷങ്ങളിൽ എന്തു ചെയ്തുകൊണ്ടിരുന്നോ അതേ രീതിയിൽ തന്നെ മരണത്തിലേക്ക് നടന്നു കയറി. ഇന്നവിടെ കാണുന്ന കമിതാക്കളുടെയും അമ്മയുടെയും കുഞ്ഞിന്റെയും തൊഴിലാളികളുടെയും ഭടന്മാരുടെയും ഒക്കെ പ്ലാസ്റ്റർ ഓഫ് പാരീസ് രൂപങ്ങൾ അതാണ് നമ്മളോട് വിളിച്ചു പറയുന്നത്. മറ്റു ചിലർക്ക് കിട്ടിയതോ ഏതാനും നിമിഷങ്ങൾ മാത്രവും. കുട്ടിയെ രക്ഷിക്കാൻ ശ്രമിക്കുന്ന അമ്മയും തലയിണ കൊണ്ട് മറ തീർക്കാൻ ശ്രമിക്കുന്ന മനുഷ്യനുമൊക്കെ അതിന്റെ ഉദാഹരണങ്ങളാണ്. 6 മണിക്കൂർ കൊണ്ട് 12 പാളികളായി ചാരവും ശിലാവശിഷ്ടങ്ങളും അടിഞ്ഞത് ഏകദേശം 25 മീറ്റർ കനത്തിലായിരുന്നു. അത് നഗരത്തെ ലോകത്തിന്റെ കണ്ണിൽ നിന്ന് തന്നെ മാച്ചു കളഞ്ഞു. എന്നിട്ടും കാലം തന്റെ ചിറകുകൾക്കടിയിൽ പോംബെ നഗരത്തെ ഒളിപ്പിച്ചു വെച്ചത് ഏതാനും വർഷങ്ങളായിരുന്നില്ല, നീണ്ട 17 നൂറ്റാണ്ടുകളായിരുന്നു.
ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ബട്ടൺ അമർത്തുക. ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ബട്ടൺ അമർത്താൻ മറക്കരുത്.